അന്താരാഷ്ട്ര എണ്ണക്കടത്ത് നടത്തിയതിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത 3 കപ്പലുകൾക്കും ഇറാൻ ബന്ധം. ഇറാൻ എണ്ണക്കടത്തിന് അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തിയ 3 കപ്പലുകളാണിവ. കൂടുതൽ വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും. ബാലു, എന്നാണ് ഈ കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലാകുന്നത്? ഇപ്പോൾ ഇറാൻ ബന്ധത്തിൽ എങ്ങനെ വ്യക്തത വന്നു? മുംബൈ തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ഈ ഫെബ്രുവരി 6-ന് അതിസാഹസികമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ കപ്പലുകൾ 3 കപ്പലുകൾ പിടിച്ചെടുത്തിരുന്നത്. ഈ കപ്പലുകൾ പിടിച്ചെടുത്തിരുന്ന കാര്യം നേരത്തെ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കിയിരുന്നു, വിശദീകരിച്ചിരുന്നു. പക്ഷേ ഈ കപ്പലുകളുടെ ഇറാൻ ബന്ധം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഈ എണ്ണക്കടത്തിന് പിടികൂടിയ, അതായത് രാജ്യാന്തര എണ്ണക്കടത്തിന് പിടികൂടിയ ഈ 3 കപ്പലുകൾക്കും ഇറാനിയൻ ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എല്ലാ റൂബി, അസ്ഹാൽ സ്റ്റാർ, അൽ ജാഫ്സിയ എന്നീ കപ്പലുകളാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതിസാഹസികമായി പിടിച്ചെടുത്തത്. ഈ ഇറാൻ എണ്ണക്കടന് അമേരിക്കൻ ഉപരോധം നേരിട്ടിരുന്ന 3 കപ്പലുകളാണ് ഈ കപ്പലുകൾ. ഈ ഫെബ്രുവരി 6 എന്ന് പറയുന്ന ദിവസത്തിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം അന്നാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവന ഉണ്ടാകുന്നത്. അതിന് തൊട്ടു മുമ്പാണ് ഏതാണ്ട് ഈ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത്. അതായത് അമേരിക്കയുമായി ഇന്ത്യയുടെ ബന്ധം ഊഷ്മളമാകുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനിയൻ ബന്ധമുള്ള ഈ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയായ ജുഗ്വന്ദർ സിംഗ് ബ്രാറിന്റേതായിരുന്നു ഈ കപ്പലുകൾ. ഈ ഇറാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ബ്രാറിന് നേരത്തെ ഈ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഡിസംബറിൽ ഈ 18 ഇന്ത്യക്കാർ അടങ്ങുന്ന ഒരു കപ്പൽ ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തിരുന്നു. അതിൽ 8 പേർ, ഈ 18 പേരിൽ 16 പേർ, അതായത് കപ്പലിൽ 18 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 16 പേർ ഇന്ത്യക്കാരായിരുന്നു. 8 പേർ വിട്ടയച്ചിരുന്നു പിന്നീട് ഇറാൻ സർക്കാർ. പക്ഷേ ഈ 8 പേർ ഇപ്പോഴും ഇറാൻ സർക്കാരിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവരെ വിട്ടുകിട്ടുന്നതിനുള്ള നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇറാനിയൻ ബന്ധം ഈ കപ്പലുകൾ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഏതായാലും ഇറാനിയൻ ബന്ധം സംബന്ധിച്ചുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.